മൺസൂൺ കാലത്തോടെ കുഞ്ഞുങ്ങളിൽ കാണുന്നതായിരിക്കുന്ന അലർജി, ബന്ധപ്പെട്ട ആസ്മ, ഇതൊക്കെ അതിൻ്റെ തീവ്രത കൂടുന്നതായിട്ടും കൂടുതൽ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് മനസ്സിലാകും. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, അനുകൂല കാലാവസ്ഥയിൽ നിന്ന് വൈറസും ബാക്ടീരിയ ഒക്കെ താപനിലയിലുള്ള വ്യത്യാസം കാരണം കൂടുതൽ വളരാനുള്ള അനുകൂല ക്രമീകരണമാണുള്ളത്. അതുകൊണ്ട് അങ്ങനെയുള്ള അസുഖങ്ങളും കൂടും. അത് കൂടുതൽ ശ്വാസതടസ്സത്തിലേക്കും മറ്റ് പ്രയാസമുള്ള വിഷയങ്ങളിലേക്ക് നയിക്കാവുന്നതാണ്. അതുകൊണ്ട് നാം ആ സമയങ്ങളിൽ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും ചുറ്റുപാടുള്ള അന്തരീക്ഷത്തിലുള്ള മലിനത ആ സമയത്ത് കൂടുകയും മഴയോടുകൂടെ അത് പരാഗം, അതുപോലെ തന്നെ പൂമ്പിടി നാം പറയുന്ന പോലെ അങ്ങനെയുള്ള കാര്യങ്ങളോടുകൂടി ചേർന്ന് വരികയും അന്തരീക്ഷത്തിലെ മലിനതയോട് കൂടെ ആകുമ്പോൾ അത് കുഞ്ഞുങ്ങളെയും കൂടുതൽ അലർജി കമ്പണന്റ് കൂട്ടി അത് ബുദ്ധിമുട്ടുണ്ടാക്കുവാനായിട്ട് കാരണമായേക്കാം. വൈറൽ ഇൻഫെക്ഷൻസ് കാരണം വരാം. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ വീട്ടിലെ വളർത്തു മൃഗങ്ങളെയൊക്കെ നമ്മൾ പരിപാലിക്കാറുണ്ടെങ്കിൽ തന്നെയും അതിന് ബെഡ്റൂമിൽ കഴിയുന്നതും ഇടം കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ നമ്മുടെ ബാത്റൂംസ്, നനവുണ്ടാകാൻ ഇടയുള്ള ഇടങ്ങളിൽ പലപ്പോഴും ഫംഗൽ ഇൻഫെക്ഷൻസ് കൂടുകയും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നാം വളരെ തീവ്രത ഇല്ലാത്തതായിരിക്കുന്ന ഡിറ്റർജൻസ് അല്ലെങ്കിൽ ഡിസ്ഇൻഫെക്റ്റൻസ് കൊണ്ട് ക്ലീൻ ചെയ്തെടുക്കുകയും ചെയ്യണം. ഒരു പ്രത്യേക വിഷയം ശ്രദ്ധിക്കേണ്ടത്, ബെഡ്ഷീറ്റ്, കവറ്, ഇതൊക്കെ നാം കഴിയുന്നതും ഒരു 4 ദിവസം കഴിയുമ്പോൾ ചെറിയ ചൂടുവെള്ളത്തിൽ കഴുകി പുതിയത് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ചവിട്ട് മെത്ത എന്നൊക്കെ നാം പറയുന്നത് പോലെ അതിലൊക്കെ കൂടുതൽ ഇത് വരാൻ കഴിയുന്നത് ഇതെല്ലാം കഴുകി വൃത്തിയാക്കി ഒരു രീതിയിലും ഒരു അണുബാധയ്ക്ക് സാധ്യതകൾ ഉണ്ടാകും. അലർജി വരുത്തുന്നതായ സംവിധാനങ്ങളിൽ നിന്ന് നാം രക്ഷപ്പെടുന്നതും ഈ സമയങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്.